ഹായ്, ഇത് കണ്ണൂര് ചക്കരക്കല്ലിൽ പോകുന്ന റൂട്ട് കാപ്പാട് എന്ന് പറഞ്ഞൊരു വീടിന്റെ ബാത്റൂം വാട്ടർ പ്രൂഫിങ് ചെയ്തതാണ്. അപ്പോൾ ബാത്റൂം വാട്ടർ പ്രൂഫിങ് പൊതുവെ ചെയ്യുന്നത് ടൈല് വെക്കുന്നവരെ ചെയ്തു തരാന്ന് പറയും, അല്ലെങ്കിൽ പെയിന്റേഴ്സ് ചെയ്യാന്ന് പറയും. അപ്പോൾ അവർ ചെയ്യുന്നതും നമ്മളൊരു വാട്ടർ പ്രൂഫിങ്ങിന്റെ എക്സ്പേർട്ട് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു ഫൈബർ മെഷാണ്. ഈ 42 GSM ഫൈബർ മെഷ് നമ്മൾ ഈ കോർണറിൽ ലേ ചെയ്തതാണ് ഈ കാണുന്നത്. ഈ കോർണറിൽ ലേ ചെയ്ത് അതിന് കോട്ടിങ് അടിച്ച സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. അരയടി മുകളിലോട്ടേക്കും അരയടി താത്തും കോർണറിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ സൈഡൊക്കെ കൃത്യമായി ഫില്ല് ചെയ്ത് അത് കോട്ടിങ് അടിച്ചാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഔട്ട്ലെറ്റ് ആണ്. കോൺക്രീറ്റിന്റെ ഈ പൈപ്പിന്റെ ഔട്ട്ലേക്ക് വെള്ളം പോകുന്ന സ്ഥലം, ആ പൈപ്പിന്റെ സൈഡ് GP2 എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽസ് വെച്ച് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് അടിക്കാൻ തുടങ്ങുന്നത്. അത് 1 മീറ്റർ ഹൈറ്റിൽ കോട്ടിങ് വാളിൽ ചെയ്യും. കാരണം ഈ വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് ബെഡ്റൂമോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടോ ലിവിംഗ് റൂമോ ഉണ്ടാകുമ്പോൾ ആ റൂമിലേക്ക് ഡാംനെസ് ഇറങ്ങി പ്രശ്നം കാണാതിരിക്കാനാണ് ഈ സൈഡ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത്. ഇത് 2K എന്ന് പറഞ്ഞ കോട്ടിംഗ് ആണ് ചെയ്തത്. 2K എന്ന് പറഞ്ഞാൽ 2 കോമ്പൗണ്ടന്റ് ആണ്. അതൊരു മൈക്രോ കോൺക്രീറ്റ് ആണ്. ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കിടക്കത്തില്ല. ഇതിന്റെ മുകളിൽ ടൈല് വെച്ച് അപ്പോക്സ് ചെയ്താൽ പെർഫെക്റ്റ് ആയി വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റമായി. ഈ സിസ്റ്റമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത്. ഇത് വാട്ടർ പ്രൂഫിംഗ് എക്സ്പേർട്ട് അല്ലാതെ ഒരാൾക്ക് ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് എപ്പോഴും അതിന്റെ എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ കിച്ചന്റെ ഒരു ഏരിയ ആണ്, വർക്ക് ഏരിയയുടെ ഏരിയ. ഇവിടെ സിങ്ക്, വാഷ് ബേസ്, പിന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയ നമ്മൾ ജസ്റ്റ് വാള് വാട്ടർ പ്രൂഫിങ്ങിന്റെ സിസ്റ്റമാണ്. അതും ഫൈബർ മെഷ് കോർണറിൽ ചെയ്തതിന് ശേഷം പൈപ്പിന്റെ എഡ്ജൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്ത് ഇതിന്റെ മുകളിൽ ടൈല് വരും. ഇത് ചെയ്യാതെ ഏരിയയിൽ ആ ഔട്ട് സൈഡിലേക്ക് വെള്ളം വന്ന് ഡാം ഇറങ്ങി പെയിന്റ് അടിയിൽ നിന്ന് ഇറങ്ങി വരും. ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഇന്റീരിയർ വരുന്നത്. അപ്പോൾ ഈ ജിപ്സം പ്ലാസ്റ്ററിംഗ് കുറേ ആൾ ചെയ്യാൻ മടിക്കുന്നത് വെള്ളം തട്ടിയാൽ അത് അടന്നു വരും, ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ നമ്മൾ ഔട്ട്സൈഡിൽ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ചിട്ട് ഇന്റീരിയർ ചെയ്യുമ്പോൾ ബാത്റൂംസിൻ്റെ ഉള്ളിൽ ടൈല് വെക്കുന്നതിന് മുമ്പേ വാട്ടർ പ്രൂഫിംഗ് നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ജിപ്സം പ്ലാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബാത്റൂമാണ് വരുന്നതെങ്കിൽ ആ ബാത്റൂം വരുന്ന വാള് ഫുൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കവർ ചെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കിടക്കത്തില്ല. മാത്രമല്ല ടൈലും കൂടി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ അപ്പോക്സിയും വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഒരു കാരണവശാലും വെള്ളം ഉള്ളിൽ വരുന്നതിൽ പേടി വേണ്ട.